മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം സംബന്ധിച്ച സമൻസിൽ കിഫ്ബി പ്രതികരിക്കണമെന്ന് ഹൈക്കോടതി. ഇഡി ആവശ്യപ്പെടുന്ന രേഖകൾ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാമെന്നും സിംഗിൾ ബെഞ്ച്. കിഫ്ബി സഹകരിച്ചാൽ കേസന്വേഷണം വേഗത്തിൽ തീർക്കാൻ തയ്യാറാണെന്ന് ഇഡി ഹൈക്കോടതിയെ അറിയിച്ചു. ഇഡി പുറത്തുവിട്ടത് രഹസ്യരേഖയല്ലെന്നായിരുന്നു ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ പ്രതികരണം. കിഫ്ബി പുറത്തിറക്കിയ മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനമാണ് ഇഡി പരിശോധിക്കുന്നത്. ഇതിനായി ഇഡി നൽകിയ 7ാമത്തെ സമൻസ് ചോദ്യം ചെയ്ത കിഫ്ബി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. ഇഡി നൽകുന്ന സമൻസിനോട് പ്രതികരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇഡി ആവശ്യപ്പെടുന്ന രേഖകൾ കിഫ്ബി നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. 6 സമൻസുകൾക്ക് മറുപടി നൽകിയെന്നും സമൻസ് ആവർത്തിക്കുകയാണ് ഇഡി ചെയ്യുന്നത് എന്നുമായിരുന്നു കിഫ്ബിയുടെ മറുപടി. ഇഡി ആവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകി. കിഫ്ബി ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയരായി എന്നും കിഫ്ബി അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും കിഫ്ബി ആവർത്തിച്ചു. ആവശ്യമെങ്കിൽ ഡിജിറ്റലായി രേഖകൾ നൽകാൻ തയ്യാറാണെന്നും കിഫ്ബി ഹൈക്കോടതിയെ അറിയിച്ചു. കിഫ്ബി സഹകരിച്ചാൽ കേസന്വേഷണം വേഗം തീർക്കാൻ തയ്യാറാണെന്നായിരുന്നു ഹൈക്കോടതിയിൽ ഇഡിയുടെ മറുപടി. സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് പി ദത്താറാണ് കിഫ്ബിക്ക് വേണ്ടി ഹാജരാകുന്നത്. അരവിന്ദ് പി ദത്താറിന്റെ സൗകര്യം കണക്കിലെടുത്ത് ഹർജി ഫെബ്രുവരി 1 ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഇഡി പുറത്തുവിട്ടത് രഹസ്യരേഖയല്ലെന്നായിരുന്നു മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ പ്രതികരണം. കിഫ്ബിക്ക് രജിസ്ട്രേഷൻ നമ്പറുണ്ട്. നിയമവിരുദ്ധതയുണ്ടെങ്കിൽ ഇഡി പറയട്ടെ എന്നും തോമസ് ഐസക്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.